നമ്മൾ പഠിക്കുന്ന ഓരോ പാഠവും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നവരും കേട്ടവരൊക്കെയാണല്ലോ ഉള്ളത്. എന്നും നിരന്തരം മക്കയിലേക്ക് പോകുന്ന വ്യക്തിത്വമാണ്. എല്ലാ വർഷവും മക്കയിലേക്ക് പോകും. വർഷത്തിൽ കൂടുതൽ പലതവണ മക്കയിലേക്ക് പോകും. അവിടെ ആരാധനകൾ, ഹജ്ജ് ചെയ്യാൻ മദീനയിൽ പുണ്യപ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ അന്ത്യവിശ്രമ കേന്ദ്രം സന്ദർശിക്കുവാൻ വിശ്വാസപരമായി രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിലും ആത്മീയതയിൽ ഉയർന്നു നിന്ന വ്യക്തിത്വമായിരുന്നു. ആ ബാഫഖി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന ഉൾക്കൊള്ളുന്നു ലോക മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായ കഅബ ഷരീഫ് ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ, ആ സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ അതിനെതിരെ ഇന്ത്യൻ സൈന്യത്തിന്റെ മുൻനിരയിൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കാരണം ജന്മനാടിനെ സ്നേഹിക്കുക എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ കടമയാണ്. ജന്മനാടിനെ പെറ്റുനാടിനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. ജന്മനാടിനെ സ്നേഹിക്കുക, അതാണ് ഓരോ മതവും പഠിപ്പിച്ചു തരുന്നത്. ആ നിലയ്ക്ക് ഇന്ത്യയെ ശക്തിപ്പെടുത്താനും ഭാവി തലമുറയിൽപ്പെട്ട നിങ്ങൾ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.